നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചെന്ന പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുടുംബമാണ് പരാതി നൽകിയത്. സംഭവത്തിൽ തൈക്കാട് ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് തേടി. കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചതോടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പനിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണം നൽകിയതായി ജില്ലാ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ HR തിമ്മയ്യ അറിയിച്ചു. അടൂരിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. കൊല്ലം കുന്നത്തൂർ സ്വദേശിയായ 29-കാരനെയാണ് പത്തനംതിട്ട എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കൊല്ലം പത്തനംതിട്ട ജില്ലാ അതിർത്തിയായ 7 മൈൽ ജംഗ്ഷന് സമീപത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് വാങ്ങി പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ചെറുകിട കച്ചവടക്കാർക്ക് മൊത്ത കച്ചവടം ചെയ്യുന്ന ആളാണ് ഇയാളെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. കേസ് വിജയത്തിൽ സന്തോഷമെന്നും ഗുണ്ടാ നേതാവ് എന്ന കിരീടം തലയിൽ നിന്ന് പോയെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. EP ജയരാജൻ വധശ്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലയ്ക്ക് മുകളിൽ എന്നും വാളായിരുന്നു, അത് മുറിച്ചു മാറ്റി. തന്നെ എന്നും വേട്ടയാടാൻ ഉപയോഗിച്ച കേസാണ് അവസാനിച്ചതെന്നും K സുധാകരൻ പറഞ്ഞു. അമേരിക്കയിലെ ജോർജിയയിൽ അമിത വേഗത്തിലെത്തിയ കാർ മരത്തിലിടിച്ച് തലകീഴായി മറിഞ്ഞ് 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽഫാരറ്റെ ഹൈസ്കൂളിലും ജോർജിയ സർവകലാശാലയിലും പഠിച്ചിരുന്ന 5 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി വീണ ജോർജ്. മഴ ശക്തമായ സാഹചര്യത്തിലും മൺസൂൺ എത്തുന്ന സാഹചര്യത്തിലും ആരോഗ്യവകുപ്പിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിക്കും. ആശുപത്രികൾ അണുബാധ നിയന്ത്രണ പ്രോട്ടോകോളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി അറിയിച്ചു. യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം യുവാവ് പിടിയിൽ. തിരുവനന്തപുരത്ത് മായ മുരളി എന്ന യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന രഞ്ജിത്ത് എന്ന യുവാവാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ കമ്പത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ കോയമ്പത്തൂരിൽ NIA റെയ്ഡ്. കോയമ്പത്തൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജാഫർ ഇക്ബാൽ, നയിൻ സാദിഖ് എന്നീ 2 ഡോക്ടർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 11 ഇടങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. കൂവക്കണ്ടത്ത് 4 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കൂവക്കണ്ടം സ്വദേശി വൈഷ്ണവിന്റെ മകൻ ധീരവാണ് മരിച്ചത്. വല്യമ്മയോടൊപ്പം പശുവിനെ കെട്ടാൻ പറമ്പിലേക്ക് പോയതാണ് കുട്ടി. കാൽ വഴുതി കുളത്തിൽ വീഴുകയായിരുന്നു. വൈകാതെ തന്നെ കുട്ടിയെ മുങ്ങി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.